വെൽക്കം ബാക്ക് ഫർസൂസ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലെല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കിടിലൻ റെസിപ്പിയാണിത്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഫർസൂസ് റെസിപ്പീസ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ്. ഇഫ്താറിനും പെരുന്നാളിനുമൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണിത്. ഇതൊരു ഫ്രൂട്ട് സാലഡ് ആണോ എന്ന് ചോദിച്ചാൽ ഫ്രൂട്ട് സാലഡ് അല്ല, എന്നാൽ പായസമാണോ എന്ന് ചോദിച്ചാൽ പായസവുമല്ല. രണ്ടിൻ്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഇഫ്താറിന് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ദാഹവും മാറും, പിന്നെ സേമിയയും ഫ്രൂട്ട്സും ഒക്കെ ഉള്ളതുകൊണ്ട് വിശപ്പും മാറും. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്സ്: സേമിയ 1 ഗ്ലാസ്, കസ്റ്റാർഡ് പൗഡർ 1 ടേബിൾ സ്പൂൺ, ഷുഗർ 4 ടേബിൾ സ്പൂൺ, മിൽക്ക് 500 ml, നെയ്യ് 1 ടേബിൾ സ്പൂൺ, ഫ്രൂട്ട്സ്, നട്ട്സ്. ഇതിലേക്ക് ചേർക്കുന്ന ഫ്രൂട്ട്സിനും നട്ട്സിനും ഒന്നും അങ്ങനെ പ്രത്യേക അളവൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി 2 ടൈപ്പ് ഫ്രൂട്ട്സ് ആയാലും മതി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ആപ്പിള്, ഒരു റോബസ്റ്റോ പഴം, കുറച്ച് ഗ്രേപ്സ്, ഒരു കഷ്ണം മാങ്ങ, ഒരു അനാറ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായി വരുമ്പോൾ കാഷ്യൂവും കിസ്മിസും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ 1 ഗ്ലാസ് സേമിയ ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ തരം സേമിയാണ്, വലിയ ടൈപ്പ് സേമിയേക്കാൾ ഇതാണ് നല്ലത്. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് ഇത് വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.25 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇപ്പോൾ സേമിയ വെന്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മിൽക്ക് ചേർക്കുന്നുണ്ട്. അടിയിലൊന്നും പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം. ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കട്ടൊന്നും കെട്ടാതെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ എടുക്കുമ്പോൾ കസ്റ്റാർഡിൻ്റെ അളവ് കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതലായി കഴിഞ്ഞാൽ ഇത് നന്നായി തിക്കായിട്ട് വരും. സേമിയൊക്കെ നന്നായി കുക്കായി പാല് തിളച്ച് വരുന്ന സമയത്ത് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറി കിട്ടുന്നതിനായി മാറ്റി വെക്കണം. ചൂടാറിയ ശേഷം ഞാനിതൊന്ന് തണുത്ത് കിട്ടുന്നതിനായി അരമണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല. തണുപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ചൂടാറിയ ശേഷം ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അരിഞ്ഞു വെച്ചിരുന്ന ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒരു ബൗളിലേക്കിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന സേമിയ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ലൂസായിട്ടാണ് ഇത് വേണ്ടത്. നിങ്ങൾ പാല് കുറുക്കിയെടുത്ത് കസ്റ്റാർഡ് ചേർക്കുന്ന സമയത്ത് കസ്റ്റാർഡ് പൗഡർ കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. 500 ml മിൽക്ക് എടുക്കുന്നുണ്ടെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ തൊട്ട് 1 ടേബിൾ സ്പൂൺ വരെ കസ്റ്റാർഡ് പൗഡർ എടുത്താൽ മതിയാവും. അടിപൊളി ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് സേമിയ ഫ്രൂട്ട്സ് കസ്റ്റേർഡ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഫലൂദൊക്കെ കഴിക്കുന്ന പോലെ തോന്നും. ഈ ഫർസൂസ് റെസിപ്പീസ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതുപോലെ അടുത്തൊരു നല്ല റെസിപ്പിയുമായി ഫർസൂസ് റെസിപ്പീസിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്